ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട്. അപ്പോൾ ഒരു പാവയ്ക്ക കിട്ടിയപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി കറി ഉണ്ടാക്കാം. വറുത്തരച്ചിട്ടാണ് പാവയ്ക്ക കറി ഉണ്ടാക്കുന്നത്. പാവയ്ക്ക ഈ രീതിയിൽ അരിഞ്ഞ് നമ്മൾ മഞ്ഞളും ഉപ്പിലും ഇട്ട് വെച്ചിട്ടുണ്ട്. വറുത്തരയ്ക്കേണ്ട ആവശ്യമായ സാധനം തേങ്ങ എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് 2-3 ചെറിയുള്ളി, 3 അല്ലി വെളുത്തുള്ളി. നമുക്കതിനാവശ്യമുള്ള വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് മഞ്ഞൾ ഉപ്പിട്ട് വെച്ച ഈ പാവയ്ക്ക ചട്ടിയിൽ ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നും കൂടി വഴറ്റിയെടുക്കണം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കണേ. ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വാളംപുളി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി തിളച്ച് കുറുകുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ വറുക്കാനുള്ള ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇട്ടതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ നമുക്ക് നല്ല ചുമന്ന രീതിയിൽ വറുത്തെടുക്കണം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടതാണ്. തേങ്ങ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് മുളക് പൊടി. ഞാൻ സ്റ്റവ് ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങയിൽ ഇട്ടിട്ടൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പുളി പാവയ്ക്ക് നന്നായി കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ തേങ്ങ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാവയ്ക്ക ഇഷ്ടമില്ലാത്തവരൊക്കെ ഈ രീതിയിലൊന്ന് കറി വെച്ച് നോക്കണേ. നല്ല അടിപൊളി കറിയാണ്. ചോറിന് നമുക്ക് ഒഴിച്ചു കൂട്ടാം. അപ്പോൾ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറവിടാം. പിന്നെ കറിക്കുള്ള ആവശ്യത്തിനുള്ള വറവിടാം. ഞാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ടു, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ കറി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.